ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എൻ്റെ പേര് രേവതി. അപ്പോൾ നമ്മൾ ഇന്ന് ഓണം സീരീസ് വീഡിയോയുടെ തേർഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു സദ്യ സ്പെഷ്യൽ ഒരു തോരൻ റെസിപ്പിയാണ്. വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണിത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കടലത്തോരനാണ്. അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കടലത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരട്ടെ. എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയൊരു സവോള ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മൊത്തം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വാടി വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരണം. സവോള ഇപ്പോൾ നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറി വരുന്നവരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും ജസ്റ്റ് ജീരകവും കൂടെ മാത്രം പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ പൊടിയുടെയൊക്കെ റോസ് സ്മെല്ലൊക്കെ മാറി വന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കുഞ്ഞു തക്കാളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത് തക്കാളി നല്ല രീതിയിനകത്ത് വെന്ത് നല്ല രീതിയിൽ വരണം. അപ്പോൾ അതൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കുക. നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് പേസ്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇത്രയും മാത്രം മതിയാകും. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കടല ആഡ് ചെയ്ത് കൊടുക്കാം. കടല ഓൾറെഡി ബോയിൽ ചെയ്തിരിക്കുന്ന കടലയാണ്. കടല നമ്മൾ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ കുക്കറിൽ 4 ഫിസിലാണ് അടിച്ചത്. ഒരു ഫിസിൽ ഹൈ ഫ്ലെയിമിലും 3 ലോ ഫ്ലെയിമിലും ഇട്ടാണ് അടിച്ചിരുന്നത്. ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ. അതും കൂടെ മിക്സ് ചെയ്ത് ആ മസാലയായിട്ട് നല്ല രീതിയിൽ അത് പിടിച്ച് വരണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിനകത്തേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ തോരൻ്റെ കറക്റ്റ് ഫീൽ വരത്തുള്ളൂ കേട്ടോ. തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. തേങ്ങ കൂടെ ആഡ് ചെയ്യുമ്പോഴേ കറക്റ്റ് ഫ്ലേവറൊക്കെ കിട്ടത്തുള്ളൂ. ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഇട്ട് വേവിക്കുക. തേങ്ങയുടെ ആ ഫ്ലേവറും എല്ലാം കൂടെ നല്ല രീതിയിൽ കടലയിൽ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കടലത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ കടലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു തോരനാണ്. ഇതിനേക്കാട്ടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ തോരൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കണം. പിന്നെ എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ പറ്റി ബെല്ലൈക്കനുണ്ട്, അതുകൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫ്യൂച്ചറിലെ വീഡിയോസ് കിട്ടുകയുള്ളൂ. അപ്പോഴത്തേക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.